ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അതിസുന്ദരമായ പാഞ്ഞാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഒരു ഗ്രാമമാണ്. അതായത് നമ്മൾക്കിപ്പോൾ കുറച്ച് എന്താ പറയുക, കാണാൻ പറ്റാത്ത കാഴ്ചകൾ, അതായത് ഒരുപാട് പാടവും കുളവും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ കുറച്ച് കുറവാണ്. കാരണം പാടവും അങ്ങനെയൊക്കെ ഉള്ളത് വളരെ കുറവായിട്ടല്ലേ കാണുള്ളൂ. അപ്പോൾ ഈ പാഞ്ഞാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പാടങ്ങളും കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് പാഞ്ഞാൾ. അപ്പോൾ നമുക്കിന്ന് പാഞ്ഞാൾ അയ്യപ്പൻകാവിനെ പറ്റിയിട്ടൊന്ന് ഉള്ള വിശേഷങ്ങളൊന്ന് കാണാം. ഈ പാഞ്ഞാൾ അയ്യപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള വെട്ടിക്കാട്ടിരിക്കടുത്ത് അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിലാണ് കേട്ടോ. പാഞ്ഞാളിൽ അങ്ങനെ ഒരു പ്രശസ്തിയും കൂടിയുണ്ട്. അവിടെയാണ് അതിരാത്ര ഭൂമി ഉള്ളത്. അവിടെയാണ് യാഗങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രശസ്തമായ സ്ഥലം കൂടിയാണ് നമ്മുടെ പാഞ്ഞാൾ. നായർകുളങ്ങരക്കാവ് എന്നൊരു പേര് കൂടി ഈ ക്ഷേത്രത്തിന് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂ ആണ്. അതുപോലെ തന്നെ പൂർണ്ണയും പുഷ്കരയും കൂടി ഭാര്യാസമേതനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഉപദേവതകൾ എന്ന് പറയുന്നത് ശിവൻ, ഗണപതി, ഭഗവതി, വിഷ്ണു, ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതകൾ. പ്രധാനമായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് എള്ളുതിരി, നീരാഞ്ജനം, തീയാട്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പിന്നീട് നമുക്ക് ഇവിടുത്തെ പൂജാ സമയം എന്ന് പറയുന്നത് കാലത്ത് 5 മണി മുതൽ കാലത്ത് 8:30 വരെയും അതുപോലെ വൈകുന്നേരം 5 മുതൽ 7 വരെയുമാണ് കേട്ടോ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ഈ കാണുന്നത്. മുൻവശത്ത് തന്നെ നല്ല മനോഹരമായ കൃഷിസ്ഥലമാണ്. പാടവും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. പിന്നീട് നമ്മുടെ ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ട് തന്നെ ആൽത്തറയും അതുപോലെ തന്നെ മനോഹരമായ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പറമ്പിൽ ഒരുപാട് തണലേകുന്ന വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതൊക്കെ വളരെ നല്ല വലിയ മരങ്ങളാണ്. നല്ല തണലൊക്കെ ഏകുന്ന ഒരു മരങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലത്താണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതാണ്ടില്ലേ, വെള്ളമൊക്കെ പോകുന്നതാണ്ടില്ലേ, നല്ല രസമാണ്. സൈഡിൽ കൂടെ ചെറിയൊരു എന്താ പറയുക, അരുവി അല്ലെങ്കിൽ തോട് പോലെയൊക്കെ ആയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രക്കുളം. വളരെ വലിയൊരു ക്ഷേത്രക്കുളമാണ്. നല്ല ഭംഗിയാണ്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ഒരു അന്തരീക്ഷം. നമുക്ക് വളരെ ശാന്തമായിട്ട് എന്താ പറയുക, വരാൻ പറ്റിയൊരു സ്ഥലം. വളരെ ശാന്തതയും സമാധാനമൊക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷം. അതാണ് നമ്മുടെ പാഞ്ഞാളിലെ ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും കേട്ടോ. ഇനി നമ്മുടെ പ്രകൃതി സുന്ദരമായ പാഞ്ഞാളിനെ പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സിനിമകൾക്കും കൂടി വേദിയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ അമ്പലവും അതുപോലെ തന്നെ പാഞ്ഞാളിൻ്റെ വിവിധ പ്രദേശങ്ങളും കേട്ടോ. പാഞ്ഞാളിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ സംവിധായകർ സെലക്ട് ചെയ്തിട്ട് പല സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സിനിമക്കാരുടെ ഒരു ഭാഗ്യ സ്ഥലം കൂടിയാണ് പാഞ്ഞാൾ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.